ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുട്ടികളുടെ എക്സാമൊക്കെ കഴിയുകയാണെന്ന്, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വിരുന്നോ ഉണ്ടാവില്ലേ എല്ലാവരും? ഞാനും പോവാണ്, ഞാൻ തന്നെ പോകുന്നുണ്ട്. അഭിക്കുന്ന ഒരു പരീക്ഷയാണുള്ളത്, അത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ അവൻ റെഡി ആയിട്ട് ചോറുണ്ണാൻ വന്നിട്ടുണ്ട്. 12:15 ബസ്. അപ്പോൾ 11:45 ആകുമ്പോഴേക്ക് ഇവിടുന്ന് പോകണം. വെള്ളത്തിൽ ചോട്ടിക്കളാ. അല്ലുവിനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല, അവന് അറബി പരീക്ഷയാണ്. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോന്നു. അലർജീൻ്റെ ഡോക്ടർ, ഈ ഡോക്ടർ ഒന്നും കൂടി കാണിക്കാൻ പറഞ്ഞിരുന്നു. എക്സാം ആയതുകൊണ്ടാണ് നീണ്ടുപോയത്. ആശുപത്രി പോയി വന്നു, പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു, ആദൂനെ ഉറക്കി. ഇനി പോണേൻ്റെ മുന്നേ കുറേ പണികളുണ്ട്, അപ്പോൾ അതൊന്നൊക്കെ നോക്കട്ടെ. തിരുമ്പിയിട്ടായിരുന്നു, അത് അയലുമിടാനൊക്കെ ഉണ്ട്, അയലുമിടട്ടെ. എന്നിട്ട് പോവാനുള്ളതൊക്കെ റെഡിയാക്കാണ്ട്. കുറച്ച് ദിവസം നിൽക്കുമ്പോൾ മൂന്നാളതും നിൻ്റെതൊക്കെ കൂടെ കുറേ ഡ്രസ്സ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് പാക്കാക്കണം. വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കറ്റാർ വാഴേൻ്റെ തണ്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും വേണ്ടത് മടക്കി ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ മറന്നു പോവും. എന്നിട്ടാണ് ബാഗിലേക്ക് ആക്കി വെച്ചത്. അപ്പോൾ അതൊക്കെ ചെയ്യൽ കഴിഞ്ഞു. പിന്നെ ആദൂനും അല്ലുവിനും മരുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. ബാഗിൽ കൊള്ളണതൊക്കെ അതിൽ സെറ്റാക്കി വെച്ചു. പിന്നെയും കുറച്ചും കൂടെ വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അല്ലുവിൻ്റെ പുസ്തകങ്ങളൊക്കെ അടങ്ങിയ ബാഗ് എടുത്തിട്ടുണ്ട്. വർക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അതിലാക്കി വെച്ചു. പിന്നെ ഒരു കവറെടുത്ത് അതിലും ആക്കി എല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും അബി എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ വേഗം എല്ലാവരും റെഡിയായി നിന്നു. ഷിബേട്ടൻ വർക്ക്ഷോപ്പ് പോയിരുന്നു. ഷിബേട്ടൻ വന്നപ്പോഴേക്കും 6 മണിയായി. പിന്നെ ഞങ്ങളൊക്കെ റെഡി ആയിരുന്നതുകൊണ്ട് വേഗം ഇറങ്ങാൻ പറ്റി. ഇറങ്ങണോ? വീട്ടിലെത്തി. ചായക്ക് പൂള പുഴുങ്ങിയതും ചമ്മന്തി ഉണ്ടായിരുന്നു, പ്ലം കേക്ക് ഉണ്ടായിരുന്നു. ഉണ്ണിമോളും കുട്ടികളും എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് അത് പറയണേ? ടേസ്റ്റ് ഉണ്ടോ? ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അച്ഛൻ എത്തിയിട്ടില്ല. അമ്മ കപ്സയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റിഗിയും അല്ലു നേരത്തെ കഴിച്ചു. അവരിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. വീട്ടിലേക്കൊക്കെ വരുന്ന കുറഞ്ഞ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ഞങ്ങളെ വീഡിയോ കണ്ട് ഞങ്ങളെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.